വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ വലിയൊരു തെരണ്ടി കട്ട് ചെയ്യണ ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു പീസ് മേടിക്കാമെന്ന് മേടിച്ചു. 1 കിലോത്തിൻ്റെ ഒരു പീസ് വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ തെരണ്ടിക്കറിയാണ്. അപ്പോൾ തെരണ്ടിക്കറി നമ്മൾ ഇന്ന് വെക്കുന്നത് അല്പം തേങ്ങയൊക്കെ വറുത്തരച്ചാണ് വെക്കുന്നത്. തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോഴെന്ന് പറയുമ്പോൾ തേങ്ങ തീയലിന് വറുക്കണ പോലെ വറുക്കുന്നില്ല. നമ്മളൊരു 60-70% പീര വറുത്താണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആ കറി എങ്ങനെയാണ് വെക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ തെരണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫ്രഷ് തെരണ്ടി ആയിരുന്നു. അങ്ങനെ മാർക്കറ്റിൽ കണ്ടപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ നന്നായിട്ട് പീസാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോ തെരണ്ടിയുണ്ട്. അതിനായി എടുത്തിരിക്കുന്ന പൊടികളെന്ന് പറയാനായിട്ട് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണ്, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് കൂടുതലും നമ്മൾ എടുക്കുന്നത്. മുളക് പൊടി എടുക്കണം, നല്ല മല്ലിപ്പൊടിയുടെ ഒരു ഇതാണ് വരേണ്ടത് നമ്മൾ വറുത്തരച്ച് വെക്കുമ്പോൾ. പിന്നെ ആവശ്യത്തിന് പുളിന്നൊരു 5-6 അല്ലി നാടൻ പുളിയാണ്. ഇത് ചൂടുവെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് എടുത്താൽ മതി. തേങ്ങ എടുത്താൽ കറിക്ക് ഇത്തിരി കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങ ഒരു ചെറിയ മുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. ഒരു 8-10 അല്ലി ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് വറുത്തിറക്കാനുള്ളതാണ്. നമുക്ക് വറുത്തിറക്കണം എന്ന് പറയുമ്പോൾ ഓവറായിട്ട് വറുത്തിറക്കണ്ട, തീയലിന് പോലെ വറുത്തിറക്കണ പോലെ അരക്കണ്ട. എന്നാലും നമ്മൾക്ക് ഒരു മീഡിയം ടൈപ്പിൽ ഇത് അരച്ചെടുക്കണം. പിന്നെ അതുകൂടാതെ കറി താളിക്കാനായിട്ട് 2 വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 10-15 അല്ലി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 7-8 ചെറിയ ഉണ്ടമുളകാണ്, നല്ല എരിവെള്ള മുളകാണ്. 7-8 മുളക് എടുത്തിട്ടുണ്ട്. ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമ്മൾ ഈ പീരയിലേക്ക് തന്നെ ഇടുന്നതായിരിക്കും. വറുത്തിറക്കാനായിട്ട് പീര വറുക്കുമ്പോൾ വെളുത്തുള്ളിയും കൂടി ഇട്ടാണ് നമ്മൾ പീര വറുക്കുന്നത്. ഓക്കെ, നമ്മൾ പീര നമുക്കൊന്ന് പതുക്കെ വറുക്കണം. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് പീര ഇട്ട് കൊടുക്കാം. ഒപ്പം ഉള്ളി, വെളുത്തുള്ളി എന്നിവയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പീര ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. വെള്ളം വലിയ കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി അല്പം എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ പീര ഏതാണ്ടൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അധികം മുരിഞ്ഞ് പോരുത് കേട്ടോ. അപ്പോൾ തീയലിൻ്റെ കളറൊന്നും കിട്ടണ്ട, നമുക്ക് ഒരുവിധം ഒന്ന് ആയാൽ മതി പീര. അപ്പോൾ ഞാൻ 2-3 വറ്റൽമുളകും കൂടി കീറി ഇട്ടിരുന്നു. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒപ്പം നമ്മൾ എടുത്തിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഈ ചട്ടിയുടെ ഈ ചൂടിൽ തന്നെ പൊടികളൊക്കെ മുരിഞ്ഞോളും. നമുക്ക് തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കാം, എന്നിട്ട് കറിയാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചട്ടിയിലാണ് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി ചൂടായിട്ട് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഉലുവ പൊട്ടിക്കാം. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് വാഴട്ടെ. ഉള്ളി ഒരുവിധം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഒപ്പം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരുവിധമായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുടംപുളി
ഇട്ട് കൊടുക്കാം. ഒപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പിൽ നമ്മൾ പീരാധികം അങ്ങോട്ട് മുരിഞ്ഞു പോകണ്ട, ഒരു മീഡിയം ടൈപ്പിൽ എടുത്താൽ മതി. കാരണം തീയലിന് അരക്കണ പോലെ അരക്കണ്ട. അപ്പോൾ ഒരുവിധം മുരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോ മീനുണ്ട്. അപ്പോൾ അരപ്പും അതനുസരിച്ച് വേണം നമുക്ക്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മുടെ കറി നോക്കാം. നമ്മുടെ ചാറൊക്കെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചാറ് നല്ല കുറുകുറ ചാറാണ്, അധികം നീണ്ടും പോയിട്ടില്ല. ഇനിയിപ്പം മീനും കൂടി ഇട്ട് കഴിയുമ്പോൾ ചാറ് റെഡിയാവും. അപ്പം നമുക്ക് ഈ സമയത്ത് മീനിട്ട് കൊടുക്കാം. നമ്മുടെ മീൻ എല്ലാം ഇട്ടു. ഇനി ഇത് തിളച്ചതിന് ശേഷം, നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് നമുക്ക് തീയിൽ ഓയിലിടാം. അതിന് ശേഷം നോക്കാം. ഓക്കെ, നമുക്ക് തിളച്ചതിന് ശേഷം ഇതിപ്പോൾ ഒരു 15 മിനിറ്റോളം ഞാൻ ചെറുതീയിലിട്ടോ. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഒന്നും കൂടി ഇത് ഇരിക്കുന്തോറും കറി ഒന്ന് കുറുകി റെഡിയാവും, ഒന്നും കൂടി ഡ്രൈ ആവും. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ തെരണ്ടിക്കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ.